സംഘർഷം തുടരുന്നതിനിടെ മണിപ്പൂർ ഗവർണർ സംസ്ഥാനം വിട്ടെന്ന പ്രചാരണം തള്ളി രാജ്ഭവൻ. അസമിന്റെ ചുമതല കൂടി വഹിക്കുന്നത് കൊണ്ടാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ഗുവാഹത്തിയിലേക്ക് പോയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. രാജ്ഭവനിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തിയതിന് പിന്നാലെ ഗവർണർ സംസ്ഥാനം വിട്ടത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സംഘർഷം തുടരുന്നതിനാൽ പരീക്ഷകൾ മുഴുവൻ മണിപ്പൂർ സർവകലാശാല മാറ്റിവെച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഗവർണർ ഔദ്യോഗികമായി എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ട്? അദ്ദേഹം ഗുവാഹത്തിയിലേക്ക് പോയി. അതിനിടെ ഇപ്പോൾ കേൾക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അദ്ദേഹം കണ്ടേക്കുമെന്ന്. എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾക്ക് ലഭ്യമായ വിവരം? വിജയകുമാർ, ഇന്നലെയാണ് മണിപ്പൂർ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ഗുവാഹത്തിയിലേക്ക് പോയത്. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗവർണർ അവിടേക്ക് പോയതുമായി ബന്ധപ്പെട്ടായിരുന്നു വിമർശനം ഉയർന്നത്. പക്ഷേ ഇപ്പോൾ രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത് ഗവർണർ ഗുവാഹത്തിയിലേക്ക് പോയത് അദ്ദേഹത്തിന് അധിക ചുമതലയുള്ള അദ്ദേഹത്തിന് അധിക ചുമതല നൽകിയിരിക്കുന്ന സംസ്ഥാനമാണ്. അതിന്റെ കാര്യനിർവഹണത്തിനായിട്ടാണ് ഗവർണർ ഗുവാഹത്തിയിലേക്ക് പോയത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ മണിപ്പൂർ രാജ്ഭവൻ നൽകിയ വിവരം. ഗവർണർ ഉടൻ തന്നെ മണിപ്പൂർ ഗവർണർ ഡൽഹിയിലേക്ക് എത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് നിലവിലെ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കും. സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. കാരണം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യമാണ് എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ ഗവർണറെ കണ്ട് ധരിപ്പിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കും. ഒപ്പം തന്നെ ഇന്നലെ വിദ്യാർത്ഥികൾ ഒരു നിവേദനം ഗവർണർക്ക് കൈമാറിയിരുന്നു. ആ നിവേദനം, അതിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആശങ്കകളും ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കും. തുടർന്ന് ഒരു അടിയന്തര ഇടപെടൽ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയായിരിക്കും ഗവർണർ നടത്തുക. എന്തായാലും ആ നീക്കങ്ങൾ കൂടി ഒരു ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. മറ്റൊന്ന്, ഈ സംഘർഷ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇത്തരത്തിൽ അടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നിരിക്കുന്നു. പരീക്ഷകൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതെ ആളപായം കുറയ്ക്കുവാനുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഭരണകൂടം ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഡ്രോൺ ആക്രമണമാണ് നിലവിൽ സംസ്ഥാനത്ത് ഒരു ഭീതി പടർത്തുന്നത്. വിജയകുമാർ. യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർ ഗുവാഹത്തിയിലേക്കാണ് പോയിരിക്കുന്നത്. അസമിന്റെ ചുമതലയുള്ളത് കൊണ്ടാണ് അവിടേക്ക് പോയത്. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. അവിടെ നിന്ന് സംഘർഷ സാധ്യതയെ തുടർന്ന് അവിടെ നിന്ന് മാറി എന്ന ആരോപണം രാജ്ഭവൻ നിരാകരിക്കുകയാണ്.